സീബവൈഹിയെ കുറിച്ചുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം സീബവൈഹി നഹ്വിന്റെ വിഷയത്തിൽ, അറബിക് ഗ്രാമറിന്റെ വിഷയത്തിൽ അറിയപ്പെട്ട ആളാണ്. ലിസാനുൽ അറബ് അഥവാ അറബികളുടെ സംസാര ഭാഷകളെ കാലഘട്ടത്തിലെ സാഹിത്യങ്ങൾ നോക്കി, വിശുദ്ധമായ ഖുർആനിന്റെ ഖവാഇദുകൾ നോക്കിയിട്ട് നഹ്വിയ എന്ന നിലയ്ക്ക് ഒരു ഗ്രന്ഥം എഴുതാൻ ഇറങ്ങിയ ആളാണ് ഇമാം സീബവൈഹി. അവസാനം അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം പണിപ്പെട്ട് പ്രയാസപ്പെട്ട് അദ്ദേഹം നഹ്വിന്റെ ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയാണ്. കാരണം അതുവരെ നഹ്വിന്റെ ലോകത്ത് ഒരു ഗ്രന്ഥമില്ല, അഥവാ അറബിക് ഗ്രാമർ ഒരു സിസ്റ്റമാറ്റിക്കലായി എഴുതപ്പെട്ടിട്ടില്ല. ആ രംഗത്ത് സേവനം അർപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് ഇമാം സീബവൈഹി അദ്ദേഹം ഇതാ കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, നമ്മൾ ഇന്ന് നഹ്വ് പഠിക്കുന്നത് പോലല്ല, ഇന്ന് സർവ് പഠിക്കുന്നത് പോലല്ല, ഇന്ന് ആമിലുകൾ പഠിക്കുന്നത് പോലല്ല, നേരെ മറിച്ച് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പരിശോധിച്ച്, ലിസാനുൽ അറബ് അഥവാ അറബികളുടെ ഭാഷയും അവരുടെ സാഹിത്യവും പരിശോധിച്ച്, അതിൽ തന്നെയും ഒരുപാട് നിയമങ്ങളും നിയമാവലികളും പാലിച്ച് നഹ്വിന്റെ ഒരു ഗ്രന്ഥം ആദ്യമായി സമൂഹ മധ്യത്തിൽ എഴുതി തുടങ്ങിയ പല ആളുകളും അവിടുന്ന് ഇവിടുന്നും അതേ ആ ക്രോഡീകരിച്ച് തുടങ്ങുന്നതിന്റെ ഭാഗമായി സീബവൈഹി ആ രംഗത്ത് അധ്വാനിച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കി. വർഷങ്ങളെടുത്ത് ഒരു അറബിക് ഗ്രാമർ ഗ്രന്ഥം എഴുതി അത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് ആശ്വാസമായി. അദ്ദേഹം ചിന്തിച്ചു, അല്ലാഹ്, ഇത്രയും കാലം നിന്റെ ദീനിന് വേണ്ടി എടുത്തൊരു അധ്വാനമാണ്. വരുന്ന തലമുറക്ക് അറബി ഭാഷ മനസ്സിലാക്കിയിട്ട് ഖുർആനിൻ അതിന്റെ ആഴത്തിലും അതിന്റെ ഡെപ്തിലും പഠിക്കാൻ മനസ്സിലാകുന്ന രൂപത്തിൽ അത് ക്രമീകരിക്കുവാനുള്ള ഭാഷ സംവിധാനിക്കാൻ, അതിനെനിക്കൊരു സംഭാവന അർപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആസ്വദിച്ച് വർഷങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥം അവിടെ വെച്ചിട്ട് ഒന്ന് ഉഷാറാകാൻ വേണ്ടി സീബവൈഹി ഇമാം നേരെ പോയത് അങ്ങാടിയിലേക്കാണ്. കുറെ നാളുകളായി അങ്ങാടി പോയിട്ട് ആളുകളെ കണ്ടിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ഉഷാറാകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങാടിയിൽ പോയി ആളുകളെയൊക്കെ കണ്ട് സന്തോഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ കണ്ട കാഴ്ച, താൻ അതുവരെ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ കിതാബ് തന്റെ ഭാര്യ എടുത്ത് അടുപ്പിലിട്ടിരിക്കുന്നു. ഓള് കുറെ കാലമായിട്ട് സഹിക്കുകയാണ്. ഇങ്ങനെ ഇയാൾ കുറെ കാലമായി പണി തുടങ്ങിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഈ സ്ത്രീ എടുത്തിട്ട് ആ കിതാബ് എടുത്ത് അടുപ്പിലിട്ടിടും. അദ്ദേഹം തിരിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നെഞ്ചു പൊട്ടിപ്പോയി അദ്ദേഹത്തിന്റെ. അദ്ദേഹം എഴുതി കിതാബ് എടുത്തിട്ട് ഭാര്യ ദേഷ്യം പിടിച്ചിട്ട് എടുത്ത് അടുപ്പിലിട്ടതാ. ആ മനുഷ്യൻ രണ്ടാമതിരുന്നിട്ട് നഹ്വിന്റെ ഖവായിദുകൾ വീണ്ടും എഴുതി അത് സമർപ്പിച്ചു. ആ പുസ്തകം എഴുതി തീർന്നതിന്റെ പിറ്റേന്ന് അദ്ദേഹം മരിച്ചുപോയി. ഞാനിത് എന്റെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ, ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല്, വലിയ അധ്വാനം വേണം എൽമിന്റെ രംഗത്ത്, വലിയ പരിശ്രമം വേണം എൽമിന്റെ രംഗത്ത്. ഒരു സ്കൂൾ മാഷാവുക എന്നൊരു ലക്ഷ്യമാകരുത് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഭൗതികമായി ഒരു അല്പം ശമ്പളം കിട്ടുന്ന ഒരു ഗവൺമെന്റ് ജോലി ആകരുത് നിങ്ങളുടെ ലക്ഷ്യം. അതൊക്കെ റബ്ബ് തരും, അതൊക്കെ കിട്ടണതൊക്കെ മേടിച്ചു, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ലക്ഷ്യം വലുതായിരിക്കണം. എൽമിന്റെ വലിയ ലോകത്ത് ഇറങ്ങി നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കാൻ, ദീനിനു വേണ്ടി ചിന്തിക്കാൻ, അതുപോലെ തന്നെ ദീനീ വിഷയങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ ഏറ്റവും ബ്രില്യന്റായ, ഇന്റലക്ച്വലായ ഒരു തലമുറയായി ഉയർന്നു വരാൻ ഇൽമിന്റെ മേഖലകളിൽ ആഴ്ന്നിറങ്ങി അതിന്റെ ഡെപ്തിൽ പഠിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ എന്നെയും എന്റെ സഹോദരങ്ങളെയും ഓർമ്മിപ്പിച്ച് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു.